ഹലോ ഗൈസ്, നമ്മളൊരു സ്നേക്ക് പ്ലാന്റ് റിപ്പോർട്ട് ജസ്റ്റ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്ന് കരുതിയതാണ്. അപ്പോൾ ചെയ്യാൻ നേരത്താണ് പറഞ്ഞത്. അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അല്ല അത് വീഡിയോ എടുത്തുകൊണ്ട് ഇട്ടൊക്കെ വെറുതെ റിപ്പോർട്ട് ചെയ്യല്ലേ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നാണ്. കണ്ടില്ലേ, ഇത് സ്നേക്ക് പ്ലാന്റിലെ ഒരു വെറൈറ്റിയാണ്. പല വെറൈറ്റികളും ഉണ്ട് കേട്ടോ സ്നേക്ക് പ്ലാന്റിൽ തന്നെ. നല്ല അടിപൊളി പ്ലാന്റാണ്. നമുക്ക് മെയിൻ്റെനൻസ് ഒന്നും ഏറ്റവും കുറവിലായിട്ടുള്ള പരിപാടിയുള്ള ചെടിയാണിത്. ഞാൻ ഈ ചെടിക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കില്ലേ എന്നുള്ളൂ, എപ്പോഴും ഇല്ല. ഒരാഴ്ചയിലൊരു പ്രാവശ്യമോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഉണങ്ങി പറ്റിയാലും ഈ ചെടി ഉണങ്ങില്ല. അത്ര ഈസി ആയിട്ടുള്ള മെയിൻ്റെനൻസാണ്. നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റിയ ചെടിയാണ് കേട്ടോ. നമ്മൾ ഇൻഡോറായി സെറ്റ് ചെയ്യണം കേട്ടത്. പിന്നെ നമ്മൾ ഈ ബ്ലാക്ക് ചട്ടിയിൽ വെച്ചിട്ട് എന്താ വെച്ചാൽ വൈറ്റൊന്നും ആക്കാത്ത എന്താ വെച്ചാൽ നമ്മൾ അടിപ്പണി കുറച്ചുകൂടെ കഴിയാനുണ്ട്. അപ്പോൾ നമ്മൾ അപ്പോഴാണ് ഒരു സെറ്റപ്പ് ആവുള്ളൂ. അതുകൊണ്ട് നമ്മളാണ് ശരിക്കണ്ട് സെറ്റാക്കിയിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനാ മറ്റേ ഒരു ഫംഗസിൻ്റെ ഒരു ചെറിയൊരു കേടുപാട് വരുന്നുണ്ട്. നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. വന്ന് നോക്കുന്നേ ഉള്ളൂ, പിടിച്ചിട്ടില്ല. ഇത് ഏകദേശമൊക്കെ നമ്മൾ മാറ്റി കട്ട് ചെയ്യാനായതാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം വെച്ചിലൊക്കെ ഇതിലങ്ങനെ ഷൂട്ടൊന്നുമില്ല. എന്താ വെച്ചാൽ നമ്മളിത് ഒരു പ്രാവശ്യം ഇതിൽ കുറേ ഉണങ്ങി ലുക്കില്ലാത്ത ഷൂട്ടൊക്കെ എടുത്ത് കട്ട് ചെയ്ത് ഒഴിവാക്കി നമ്മൾ പുറത്തേക്ക് വെച്ചിന് കേട്ടോ. പക്ഷെ പുറത്തേക്ക് വെച്ചതാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു വെള്ളം ഒഴിച്ചെടുത്തെങ്കിൽ ആയി എന്നുള്ളത് പറഞ്ഞാൽ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിൽ നല്ല വേരൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇതും അടക്കം 3 വെറൈറ്റിയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് 3 എൻ്റെ അടുത്തുള്ളത്. സാധാരണ നോർമലി വെറൈറ്റികൾ തന്നെ, അല്ലാതെ പ്രത്യേകിച്ച് വെറൈറ്റികളൊന്നുമില്ല. ഇതിലും പല വെറൈറ്റികളും ഉണ്ട് കേട്ടോ. നമ്മളെ കയ്യിലുള്ള ആകെ ഈ വെറൈറ്റിയാണ്. ഇത് കണ്ടില്ല, അത്യാവശ്യം നല്ല ഹെൽത്തി. ഇത് നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടിയ ഒരു ഇതാണ് ഇതിന് ഷൂട്ട്. ഈ ഒരു ഷൂട്ടിലാണ് നമുക്ക് ഇത്രയും ഉണ്ടായത് കേട്ടോ. അതാ പിന്നെ അത് കട്ട് ചെയ്ത് ഒഴിവാക്കായ വേരോടുക്കാൻ നട്ടാലാണ്. ഇതിനെന്താ വെച്ചാൽ ഈ യെല്ലോയും ഗ്രീനും രണ്ടും ഏകദേശം ഒരേ തറവാട്ട് പെട്ടതാണെന്ന് പറയുമ്പോൾ തന്നെയാണ്. ഈ ഗ്രീനും യെല്ലോ കളർ മിക്സ് ചെയ്തതാക്കണോ അത് പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ. അതിൻ്റെ വേരോടുക്ക വേണം, വേരിൽ കുഴിച്ചിട്ടാലാണ്. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതൊരു അങ്ങനെ പൊതുവേടിയും കണ്ടിട്ടില്ല കേട്ടോ, ഈ വൈറ്റും ഗ്രീനും ഉള്ളത്. ഇത് പിന്നെ പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ, അത്ര സിമ്പിളാണ്. ഇതിലേറ്റവും ഒറിജിനൽ നിറം ഏതാണെന്ന് ചോദിച്ചാൽ ഗ്രീനാണ് കേട്ടോ. ഇതിൻ്റെ അത്രയുള്ള കട്ടിങ്സ് വെച്ചാൽ ചെറിയ കട്ടിങ്സ് വെച്ചാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ നോർമലി ഗ്രീൻ ഉണ്ടാവും ഫസ്റ്റ് കാണിച്ചിട്ട് ഈ കളർ അതിൻ്റെ കട്ടിങ്സ് എടുത്ത് വെച്ചാൽ ഇതാണ് ഉണ്ടാവൽ. അങ്ങനെ ഉണ്ടായതാണ് നമ്മൾ ഇട്ടാ. നമുക്കും ഈ ഗ്രീനിൻ്റെ കട്ടിങ്സ് വെച്ചുകൊണ്ട്. പക്ഷേ ഈ ഗ്രീൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൈ തന്നെ വേണം, ഗ്രീനും യെല്ലോയും. ഇത് നമ്മൾ സ്ലോ ഗ്രോത്താണ്. ഏകദേശം ഒരു 1 ഇയർ എന്നല്ലേ കാരം ഇത് നമുക്ക് കൈ കിട്ടിയിട്ട്. പക്ഷെ ഒരൊറ്റ ഷൂട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മളിങ്ങനെ ഈ ശംഖിൻ്റെ മാതിരി ഫുള്ള് ഇട്ടിട്ട് ഇപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ നേരത്തെ അതൊക്കെ ഒഴിവാക്കിയതാണ്. വീഡിയോ എടുക്കാനല്ല, നമ്മൾ റീപ്പോർട്ട് ചെയ്യാനുള്ളതായതുകൊണ്ട് അങ്ങനെ ഒഴിവാക്കിയതാണ്. മറ്റീന്നൊക്കെ ഇത് കണ്ടിട്ട് ഒരു കട്ടില്ലാത്തൊരു ഐറ്റംസ് ആയിട്ടാണ് വന്നിട്ട്. ഇതെങ്ങനെ ഇനി തിങ്ങി വരുമോ എന്താണെന്നറിയില്ല. കണ്ടിട്ട് നമ്മൾ ഒരട്ടം റീപ്പോർട്ട് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ അതിൽ തന്നെ 2 ചട്ടി ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കണ്ട ഈ ചട്ടി നമ്മൾ തൽക്കാലം തോനെ ഷൂട്ടില്ലാത്തതുകൊണ്ട് തൽക്കാലം അയക്കണ ഇറക്കി വെക്കണ്ടാണ്. ഇതിൽ കണ്ടില്ലേ ഫുള്ള് വേരൊക്കെ ഇറങ്ങിക്കണണ്ടാ, കാണില്ലേ? ഇതാണ് അവസ്ഥ. അപ്പോൾ പിന്നെ റീപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. പിന്നെ അങ്ങനെ നമ്മൾ ജസ്റ്റ് റീപ്പോർട്ട് ചെയ്യാമെന്ന് കരുതിക്കാണ്ട് അങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ റെഡിയായി നിന്നാണ്. പെട്ടെന്ന് ഇതാക്കട്ടെ. റീപ്പോർട്ട് ചെയ്യാനും വലിയ പണിയൊന്നുമില്ല. വേരൊക്കെ നല്ല അങ്ങ് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ നമ്മൾ ഈ പോട്ടിൽ തന്നെയാണ്, അതിൻ്റെ പുറത്ത് വെച്ചിന പോട്ടിൽ തന്നെയാണ് നമ്മൾ നടാൻ വിചാരിച്ചിരിക്കുന്നത്. ചുവന്ന മണ്ണാണ്, അത് ജസ്റ്റ് ഇട്ടിട്ട് അതിൽ വെക്കണമെന്നേ ഉള്ളൂ. നമ്മളതിൻ്റെ മണ്ണൊന്നും കളയാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ അപ്പോഴാണ് പിന്നെ അടിയിൽ ചിരലിട്ടാലല്ലോ പെട്ടെന്ന് വെള്ളം ഇതായി പോയിക്കോളുമല്ലോ വെച്ചിട്ട് അപ്പം പിന്നെ പ്ലാൻ ചെയ്താണ് ചിരലും. പിന്നെ കുറച്ച് ചുവന്ന മണ്ണ് ഇട്ടിട്ട് ആ ചിരലങ്ങ് മൂടണേ. പിന്നെ നമ്മൾ കുറച്ച് എംസാൻഡും കൂടി, അത് വെറുതെ ഒരു രസത്തിനിട്ടാണ് വെള്ളം ഒന്ന് വേഗം പോയിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെയാണ് കട്ട ഉണ്ടാച്ചിട്ട്. എന്നിട്ട് നമ്മൾ ഒറ്റ പണി ഇത് ചെയ്തിട്ടുള്ളൂ. ഇതുകൊണ്ടങ്ങ് വേടിയിട്ടാണ് കഴിച്ചു എന്നേ ഉള്ളൂ. എന്നിട്ട് പിന്നെ അതിലേക്ക് നേരെ വെക്കണേ.
പ്ലാൻ ഇട്ടിട്ടുണ്ട്. കാരണം ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ അതിൻ്റെ പകുതിയാലും മതി, പെട്ടെന്ന് ഉണങ്ങുമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്കിപ്പോൾ ഞാൻ ചട്ടി മുഴുവൻ മണ്ണ് നിറക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഇതിന് പെട്ടെന്ന് അതിലേക്ക് അങ്ങ് ഇറക്കി വെക്കാമെന്ന് കരുതി. ആ വേരൊന്നും പൊട്ടാതെ നമുക്ക് വന്നിട്ടുണ്ട്. പൊട്ടിക്കണ ചുട്ടൊന്നും ഒരു തിരക്കിടില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈളാക്കിയിട്ട് നട്ട് വെക്കുകയും ചെയ്യാം, അതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കണ്ടില്ലേ? ഇനി ഇതിൻ്റെ സൈഡിലേക്കാണ് മണ്ണ് നിറച്ചിട്ടാണ് തിക്കാക്കിയാൽ മതി. നമ്മൾക്ക് ഇത് ഇൻഡോറാക്കി സെറ്റ് ചെയ്യാൻ പറ്റിയ എല്ലാ സംഭവം ഉണ്ട്. നല്ലതാണ് കേട്ടോ. നല്ല ഓക്സിജൻ പ്ലാന്റ് മെയിൻ ഞാൻ കേട്ടിട്ടുണ്ട്. ഫുള്ള് ഓരോരുത്തർ പറഞ്ഞ് ഓക്സിജൻ പ്ലാന്റായിട്ട് നല്ല ചെടിയാണിത്. നമുക്ക് അകത്തൊക്കെ വെക്കാൻ, നമ്മൾ കിടക്കണ റൂമിൽ വെക്കാൻ പറ്റിയില്ല പെട്ടതാണ്. ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് വെള്ളത്തിൽ വിട്ടാലും നല്ല പെട്ടെന്ന് ഗ്രോത്ത് വരും കേട്ടോ. നല്ല എല്ലാത്തിനും ഫുള്ള് അങ്ങനെ തന്നെയാണ്. നല്ല പെട്ടെന്ന് തൈകൾ വരും ചെയ്യും. പക്ഷേ നമ്മളിതിങ്ങനെ അകത്ത് വലിയ മെയിൻ്റെനൻസ് ഒന്നും ചെയ്യാതെ. എന്നിട്ട് ഈ യെല്ലോ കളറുള്ള ഇല അല്ല കേട്ടോ ഇതിൻ്റെ ഒറിജിനൽ. ആ കടും ഗ്രീനായിട്ട് വരുന്ന കളറാണ്. യെല്ലോ അത്യാവശ്യം 2 വർഷത്തിൻ്റെ മുകളിലായിട്ടുണ്ടാവും ആ ലീഫ് ഫൈം വന്നിട്ട് തന്നെ. അത്രയ്ക്കും അങ്ങനെ പെട്ടെന്നൊന്നും ഉണങ്ങി പോവില്ല. അങ്ങനെ ആയിട്ടുള്ള സ്ലോ ആയിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് ഉണ്ടായാലും അങ്ങനെ ഉണങ്ങില്ല. അതുകൊണ്ട് പെട്ടെന്ന്. പക്ഷേ ഇതൊക്കെ നിലത്ത് നമ്മൾ മുറ്റത്തൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാട് പോലെ അങ്ങ് വളർന്നു പോട്ടാ. അതാണിത്. ഇതാണ് ഈ ഒറിജിനൽ ഗ്രീൻ. ഇതിൻ്റെ കളർ ഒറിജിനലായിട്ട് ഇതാണ് വരുന്നത് കേട്ടോ. ഗ്രീൻ യെല്ലോ കളറായിട്ടല്ല. അപ്പം ഇനി ഇതൊക്കെ ഈ ഷൂട്ട് വരെ കാരണം നമ്മളിതിൻ്റെ ബാക്കിയെടുത്ത് പുറത്തേക്ക് വെച്ച് പറഞ്ഞല്ലോ ഒരട്ടം റിപ്പോർട്ട് ചെയ്ത്. അതൊക്കെ നല്ല ഉഷാറായിട്ട് ഇവിടെ നിറയാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. അതിന് മുമ്പ് നമ്മൾ പറിച്ച് ചെറിയ പോട്ടൊക്കെ വെച്ചാൽ പിന്നെ വലിയ തിരക്കടില്ലാതെ അങ്ങനെയാണ് പോവും. നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിങ്ങനെ ഞാൻ പോട്ട് ചെയ്ത് ഫുള്ള് വെള്ളം ഒഴിച്ചിട്ടത് അതുപോലെ തണലത്തോ വെയിലത്തോ എവിടെ ചൂണിച്ചിട്ടോ ഒരു തിരക്കടില്ല. ഇതിൻ്റെ മിനിയേച്ചറും നമ്മളെ കയ്യിലുണ്ട് കേട്ടോ. 2 ഐറ്റം മാത്രമേ ഉള്ളൂ മിനിയേച്ചർ ഐറ്റം. കണ്ടില്ലേ? ഇതൊന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിൽ തോനുണ്ടായിരുന്നു, വേറെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ തോനട്ടോ അതിൻ്റെയൊക്കെ ഗ്രീനിൻ്റെ യെല്ലോൻ്റെ ഇല എടുത്ത് വെച്ചാൽ ഗ്രീനാണ് ഉണ്ടാവുക. യെല്ലോയും ഗ്രീനും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ആ പോട്ടിൽ നിന്ന് അതുപോലെ ഇറക്കി വെച്ച സൈഡിൽ മണ്ണിട്ട് കൊടുത്താണ്. ഈ സിമെൻറ്റും പോട്ടൊക്കെ ഇപ്പോൾ ഏകദേശമൊക്കെ മുറ്റത്ത് വലിയ ആവശ്യമില്ലാതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇതൊക്കെ വെച്ചാൽ അവിടെ ഇങ്ങനെ നിന്നോളല്ലോ എന്ന് കരുതിയതാണ്. ഭംഗിയായിട്ട് തന്നെ വരും. എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ? ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയറൊക്കെ ചെയ്യട്ടാ. പറ്റുന്നവർക്ക് കമൻറ്റും ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്കതൊരു ഉപകാരം. പിന്നെ ഇത് നല്ലൊരു ഭംഗിയുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോയപ്പോൾ കിട്ടിയതാണ് കേട്ടോ.